രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഈ നിമിഷം നടക്കുന്നു അടൂരിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്ന കാര്യം ഓർമ്മിക്കുക. ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, ഇപ്പോൾ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ മുതലാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം രണ്ടായി തിരിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്തു സൗഹൃദമുള്ള മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയുള്ള നേതാക്കന്മാരുടെ വീടുകളിലല്ല, രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം നടക്കുകയും സജീവ പ്രവർത്തകരുമായ ആളുകളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് ഈ വ്യാജ ഐഡന്റി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1 മുതൽ 5 വരെയുള്ള പ്രതികൾ അടൂർ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെയാണ് അടൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഏകദേശം മന്ദഗതിയിലായിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും സജീവമായിരിക്കുന്നു. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം കൂടിയാണ്. അതിനു മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളുടെയും വീടുകളിലൊക്കെ നടക്കുന്നത്. 2 വീടുകളിലെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മറ്റു ചില വീടുകൾ കൂടി പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ അന്നത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല. പകരം ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഐഫോൺ പോലീസിന്റെ കസ്റ്റഡിയിൽ, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ പാസ്വേഡ് നൽകാത്തതിനെ തുടർന്ന് അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേഗത്തിൽ ആക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ അവരുടെ വീടുകളിലോ അല്ല അവരുടെ മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ പരിശോധന നടക്കുന്നില്ല. പക്ഷേ ഈ അനുയായികളുടെ വീടുകളിലാണ് ഇപ്പോൾ ഒരു പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് സമീപത്തായി പോലീസുകാരുണ്ട്, കുറച്ച് പോലീസുകാർ നിൽപ്പുണ്ട്. ഒരു പക്ഷേ ഈ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി അടൂരിൽ വെച്ച് രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നേരത്തെ തന്നെ പല ആവർത്തി രാഹുൽ മാങ്കൂട്ടം തന്നെ ഓരോ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തനിക്കെതിരെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കേസ് പോലും ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കാരണം എത്രയും വേഗത്തിൽ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇത്തവണ അത് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുള്ളത്.